ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും മാട്ടുപ്പൊങ്കൽ നൽവാഴ്ത്തുക്കൾ. അപ്പോൾ നമ്മളിവിടെ തമിഴ്നാട്ടിലുള്ളത്, തമിഴ്നാട്ടിൽ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് മാട്ടുപ്പൊങ്കൽ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി നമ്മൾ പൊങ്കലൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ പരിപാടി കേട്ടത്. ഇവിടെ നാട്ടിൽ വിശേഷമായിട്ട് ഈ മാടുകളൊക്കെ കൊണ്ടുവന്ന് അമ്പലത്തിൽ പൂജിച്ച് അവരെ മേത്തൊക്കെ ഈ പുണ്യാഹം തെളിച്ച് വീട്ടിലേക്ക് തിരിച്ചുകൊണ്ട് പോകുന്നൊരു ആചാരമാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ നാട്ടുകാരെല്ലാവരും കൂടെ അവരുടെ പണി ആയുധമായി ട്രാക്ടർ പൂജിച്ച് പിന്നെ കുറേ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ കുറേ ആചാരങ്ങൾ അതാണ് ഇന്നത്തെ ഇവിടുത്തെ ആചാരം. വേറെ എവിടെയെങ്കിലും വേറെ എന്തൊക്കെ തരത്തിലുള്ള ആചാരങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആചാരങ്ങളാണ് ഇപ്പോൾ കാണിച്ചത്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളവിടെ പോയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു മാടിനെ കിട്ടി. നമ്മുടെ കുടുംബക്കാരുടെ വീട്ടിലൊരു 4-5 പശു ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശുവിനെ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളത് എടുത്തിട്ട് അതിന് ഓടിക്കാനൊക്കെ പോയി. അങ്ങനെ മാട്ടുപ്പൊങ്കൽ നമ്മൾ അടിപൊളിയായിട്ട് ഇതൊക്കെ നമ്മളെ വീട്ടിലത്തെ പശുട്ടാണ്. ഇതുണ്ടോ, ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വരും ഈ പുണ്യാഹമൊക്കെ മേടിച്ചിട്ട്. എന്നിട്ട് അത് എല്ലാ പശുക്കളെയും മേത്ത് ഇങ്ങനെ തെളിക്കും. അതൊക്കെ തെളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഓരോരുത്തരുണ്ടോ തെളിച്ച് കഴിഞ്ഞാൽ പശുവിനായിട്ട് തിരിച്ചു പോവാം. പിന്നെ ചെക്കന്മാരൊക്കെ ഫുള്ള് ആർമാന്തിക്കലാണ്, പാട്ട് വെച്ച് ഡാൻസും ഇതൊക്കെ ആയിട്ട്. ഇതൊക്കെ നമ്മളെ വീട്ടിലത്തെ പശുക്കളാണ്. അതാ നിൽക്കണം ഞാൻ ഒരു പശുവിനെയും പിടിച്ചിട്ട്. കുറച്ച് മേയ്ക്കാൻ കുറച്ചൊക്കെ ഇതുണ്ടെങ്കിലും നമ്മളെ കയ്യിലും ഒതുങ്ങി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അതിന് ആരതി ഒഴിഞ്ഞ് നമുക്ക് പൊട്ടൊക്കെ വെച്ചിട്ട് വീട്ടിലേക്ക് സ്വീകരിക്കും. ഒരു ഒലക്ക കുറുകെ വെക്കും. അതിനെ താണ്ടി അതിൻ്റെ തൊഴുത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ. അതെന്തൊക്കെയാണ് ആചാരങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അതിൽ പങ്കെടുത്തു, സന്തോഷമായി. ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബായ്.